ദേവ്യാനിക്ക് കരള് കൊടുത്തതോടെ നയന വളരെ വീക്കാവുന്നുണ്ട്. കനകയും നന്ദുവും വന്ന് ഡോക്ടറോട് നയനയെ എപ്പോ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്ന് ചോദിക്കുകയാണ്. വീട്ടിലെത്തിയാലും കുറച്ചുനാള് നയനയുടെ അടുത്ത് ഒരാളുണ്ടായേ പറ്റൂ. അവൾക്ക് പൂർണ്ണ റെസ്റ്റ് ആവശ്യമാണ്. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തു തരാം എന്ന് ഡോക്ടർ അവരോട് പറയുന്നുണ്ട്. ഉടനെ കനക ആദർശിന്റെ അടുത്തേക്ക് വന്ന് മോനെ നയന മോളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ, അവൾക്കൊട്ടും വയ്യ എന്ന് പറഞ്ഞപ്പോ അത് വേണ്ടമ്മേ, നയന അനന്തപുരിയിൽ തന്നെ നിക്കട്ടെ, ഞാനുണ്ടല്ലോ അവളുടെ കൂടെ. അമ്മയും നന്ദുവൊക്കെ അവിടെ വന്ന് നിന്നോളൂ, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ നയനയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നന്ദു വന്നത് അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അനിയോട് സംസാരിക്കാനായി നന്ദു അവന്റെ റൂമിലേക്ക് വരികയാണ്. അനി ഞാൻ പോവാം, ആ അനാമിക എങ്ങാനും കണ്ടോണ്ടു വന്ന പിന്നെ അത് മതി പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് നന്ദു പറയുമ്പോ അവൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ നന്ദു, എന്നാലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുവാണ് അനി. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോ നന്ദു വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന ആ ബോട്ടിൽ കാണാൻ ഇടയാവുകയാണ്. ഉടനെ നന്ദു അത് എടുത്തോണ്ട് വരുന്നുണ്ട്. അല്ല അനി, ഇത് എന്തു മരുന്നിന്റെ ബോട്ടിലാ, ഇത് നീ കഴിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഇല്ല നന്ദു, ഞാനതിന് മരുന്നൊന്നും കഴിക്കാറില്ലല്ലോ. ഇത് അനാമിക കഴിക്കുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ ഇതെങ്ങനെ എന്റെ റൂമിൽ വന്നു? അങ്ങനെ അനി ചോദിക്കുന്നുണ്ട്. നമുക്കിത് സെർച്ച് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നന്ദു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുകയാണ്. അയ്യോ അനി, ഇതൊരു വിഷു ആണല്ലോ, ഇനി ഈ മരുന്നായിരിക്കോ ആദർശേട്ടന്റെ അമ്മ കഴിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ സംശയിച്ച് നിൽക്കുവാണ് നന്ദു. എന്നാൽ ഇത് ആ അനാമികയുടെ പണിയായിരിക്കും നന്ദു, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അനി നടക്കുകയാണ്. അനി നിൽക്ക്, ഏതായാലും ആദർശേട്ടന്റെ അമ്മ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് മതി നിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോവാണ്. അതേസമയം അനാമികയും രേവതിയൊക്കെ അവിടെ നിന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും മരുന്ന് കലർത്തിയത് മോളാണെന്ന് ആരും കണ്ടുപിടിക്കില്ല, അതിന് യാതൊരു തെളിവുമില്ലല്ലോ. അങ്ങനെ രേവതി പറയുമ്പോ അതെ അമ്മേ, നമ്മൾ ആ കുറ്റം ചെയ്തെന്ന് ആരും കണ്ടിട്ടില്ലല്ലോ, ഒരു തെളിവ് പോലും ഞാൻ അവശേഷിപ്പിച്ചിട്ടില്ല എന്നു പറഞ്ഞ് അനാമിക പൊട്ടി ചിരിക്കുകയാണ്. പിന്നീട് ആദർശാണെങ്കിൽ നയനക്ക് കൊടുക്കാനായി ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. അത് കണ്ട് രേവതി കിച്ചണിൽ വന്ന് അതിന്ന് എടുത്തോണ്ടു പോകാൻ നോക്കുകയാണ്. പക്ഷെ കനക വന്ന് ഇത് എന്റെ മോൾക്ക് കഴിക്കാൻ ആദർശമോൻ വാങ്ങിച്ചോണ്ട് വന്നതാ, സർജറി കഴിഞ്ഞ് മോൾ ആകെ ക്ഷീണിച്ചിരിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അനിമോനോട് പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് കനക അത് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിങ്ങളുടെ ഫ്രൂട്ട്സ് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് പോവുകയാണ് രേവതി. അടുത്ത ദിവസം ദേവ്യാനിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വല്യമ്മ ഇവള് കരള് തന്നെന്ന് കരുതി ഇവളോട് സ്നേഹമൊന്നും കാണിക്കണ്ട, വല്യമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇവള് കാണിച്ച പണിയായത് എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിർത്തടി, എന്റെ ചേച്ചിയെക്കുറിച്ച് അനാവശ്യം പറയുന്നോ, നീയല്ലേ ആദർശേട്ടന്റെ അമ്മയ്ക്ക് മരുന്ന് കലർത്തി കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് നന്ദു എത്തുകയാണ്. എന്റെ മരുമകളെ പറ്റി പറയാൻ നീ ആരാടി നന്ദു എന്ന് ചോദിച്ചുകൊണ്ട് ജാനകിയും നന്ദുവിനെ അടിക്കാനായി വരുന്നുണ്ട്. പക്ഷെ അനി കയറി വന്ന് ജാനകിയെ തടയുകയാണ്. അമ്മ വേണ്ട, നന്ദു സംസാരിക്കുന്നത് തെളിവുകളോടെ തന്നെയാണ്, അമ്മ അത് കേട്ടോണ്ട് നിക്ക്, അവൾക്ക് നേരെ അമ്മ കൈ ഉയർത്തണ്ട എന്ന് അനി പറഞ്ഞപ്പോ ജാനകി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്ത് തെളിവാ, എന്റെ മോള് നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവൾക്ക് എന്റെ മോളെ ജയിലിൽ അടച്ചിട്ട് സമാധാനത്തോടെ അനിയെ കല്യാണം കഴിച്ച് ജീവിക്കണം, അതിനുള്ള പദ്ധതിയാ ഇതൊക്കെ എന്ന് പറയുവാണ് രേവതി. അമ്മ, ഒരു പൂവിനെ പോലും നോവിക്കാത്തവളാ ഞാൻ, എന്നിട്ട് എനിക്ക് നേരെ കുറ്റം ആരോപിക്കുന്നത് കേട്ടില്ലേ? ഇവൾക്ക് സപ്പോർട്ടായി എന്റെ ഭർത്താവും കൂടെയുണ്ട്, ഇവര് പറയുന്നതൊന്നും ഇവിടെ ആരും വിശ്വസിക്കല്ലേ എന്ന് അനാമിക പറയുമ്പോ നന്ദു മരുന്നിന്റെ ബോട്ടില് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അനാമികയും രേവതിയൊക്കെ ആകെ ഷോക്കായി നിൽക്കുവാണ്. നിന്നോട് ഇത് കൊണ്ടുപോയി ദൂരെ കളയാൻ ഞാൻ പറഞ്ഞതല്ലേ മോളെ, ഇതെങ്ങനെ ഇവരുടെ കയ്യിൽ കിട്ടി എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അമ്മ, പിന്നെ കളയാന്ന് കരുതി വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടതാ, അതിന്റെ കാര്യം ഞാൻ പിന്നെ മറന്നുപോയി എന്ന് അനാമിക പറയുന്നുണ്ട്. ഇത് എനിക്ക് അനിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ, ഇത് കഴിക്കുന്നവരുടെ കാര്യം പിന്നെ പോക്ക അങ്ങനെ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇതാ റൂമിൽ കൊണ്ടിട്ടത് ഞാനല്ല, എനിക്ക് വല്യമ്മയോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വല്യമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത്. പിന്നെ എന്റെ റൂമിൽ താമസിക്കുന്നത് അനാമിക മാത്രമാണ്, അവൾക്കും വല്യമ്മയോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോ അവൾ ഇത് ചെയ്തത് നവ്യക്ക് കൊടുത്ത പണിയാവാനാ ചാൻസ് എന്നൊക്കെ അനി പറയുന്നുണ്ട്. അനാമിക, ഈ മരുന്ന് ബോട്ടില് നിനക്ക് എവിടെ നിന്ന് കിട്ടി
പറയടി, ഇല്ലെങ്കിലേ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ആദർശെ, നീ പോലീസിനെ വിളിക്കടാ. അങ്ങനെ ജയേട്ടൻ പറഞ്ഞത് കേട്ട്, വേണ്ട, പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഞാൻ സത്യം എന്താണെന്ന് പറയാം. അമ്മയാ അച്ഛനോട് പറഞ്ഞ് ഈ മരുന്ന് വാങ്ങിപ്പിച്ചത്. ഇത് നവ്യക്ക് വേണ്ടിയാ ഞാൻ പാലിൽ കലർത്തിയത്. പക്ഷെ ഇതില് വീണത് വല്യമ്മയായി പോയി എന്ന് അനാമിക സമ്മതിക്കുന്നുണ്ട്. അത് കേട്ട് നവ്യ ഓടി വന്ന് അനാമികയുടെ മുഖത്ത് തന്നെ അടിക്കുകയാണ്. നീയൊക്കെ ഒരു സ്ത്രീയാണോടി? നിന്നോടൊക്കെ എന്റെ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തേ? ഈ തെറ്റ് ഞാൻ ഒരിക്കലും പൊറുക്കില്ലടി. ഇത് ഞാൻ കേസാക്കാൻ പോവാ എന്ന് പറയുവാണ് നവ്യ. അയ്യോ നവ്യ മോളെ, ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങൾ ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല എന്നു പറഞ്ഞ രേവതി നവ്യയുടെ കാല് പിടിക്കാനായി ചെല്ലുന്നുണ്ട്. നവ്യക്ക് വേണ്ടി ചെയ്ത പണിയായാലും ഇതിനനുഭവിച്ചതൊക്കെ ഞാനും എന്റെ മരുമകളും മാത്രമാണ്. ഇവറ്റകൾ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നയനമോളോട് കിഡ്നി ചോദിക്കേണ്ട അവസ്ഥ വന്നില്ലേ എനിക്ക്. ഇതിന് ഇവൾക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുത്തേ പറ്റൂ ചേട്ടാ. ഇല്ലെങ്കിലേ എനിക്കൊരിക്കലും മനസ്സമാധാനം കിട്ടില്ല എന്ന് ദേവ്യാനി പറയുന്നുണ്ട്. ദേവ്യാനി, നീ റെസ്റ്റ് എടുത്ത് സമാധാനായിട്ടിരിക്ക്. ഈ വീട്ടിൽ എന്ത് കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് നമ്മുടെ അച്ഛനല്ലേ. അച്ഛൻ പറയട്ടെ എന്താ ചെയ്യേണ്ടേന്ന്, എന്നിട്ട് മതി ശിക്ഷയൊക്കെ വിധിക്കുന്നത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് കേട്ട് രേവതിയും അനാമികയും ചെന്ന് മുത്തശ്ശന്റെ കാലിൽ വീഴുന്നുണ്ട്. പക്ഷെ മുത്തശ്ശൻ നല്ല ദേഷ്യത്തില് അനാമികയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. ശേഷം അവളെ അമ്മയും പുറത്തേക്ക് തള്ളിയിടുകയാണ് മുത്തശ്ശൻ. ഇനി ഈ വീടിന്റെ പടി രണ്ടുപേരും ചവിട്ടിയേക്കരുത്. ഈ വീട്ടിൽ നിനക്കിനി ഒരു സ്ഥാനവും ഇല്ലടി. നിന്റെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. പിന്നെ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത് ഞങ്ങളുടെ മാന്യത. നിന്റെ അമ്മയെ വിളിച്ച് പോകാൻ നോക്ക് ഈ തറവാടിന്റെ മുറ്റത്തുനിന്ന് എന്ന് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അച്ഛ, ഒരു പ്രാവശ്യം അനാമിക മോൾക്ക് മാപ്പ് കൊടുക്ക്. മോൾക്കൊരു തെറ്റുപറ്റിപ്പോയതല്ലേ എന്നു പറഞ്ഞ് ജാനകി ഓടി വരുന്നുണ്ട്. ജാനകിക്കും അവരുടെ കൂടെ പോകണമെങ്കിൽ പോകാം, ആരും തടയില്ല. അവർക്കും അവരുടെ അമ്മയ്ക്കും സപ്പോർട്ടായി ജാനകി ഇനി വന്ന ജാനകിയുടെ സ്ഥാനവും ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ജാനകി ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് കയറി പോവുകയാണ്.